അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ മുഹറം മാസത്തിന് ധാരാളം മഹത്വങ്ങളുണ്ട്. അല്ലാഹു തആലയോട് കൂടുതൽ അടുക്കാൻ ഏറ്റവും മഹത്തായ മാസം റമദാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറം മാസമാണ്. ഒരു വിശ്വാസിക്ക് അല്ലാഹു തആലയോട് അടുക്കാൻ അല്ലാഹു തആല പ്രത്യേകമായ മാസവും ദിവസവും സമയവുമെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്തായ മാസം അത് മുഹറം മാസമാണ്. ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തെ അള്ളാഹുവിന്റെ മാസം എന്നാണ് പറയുന്നത്. യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങളിൽ പ്രധാനമാണ് മുഹറം. ദുൽഖഅദും ദുൽഹിജ്ജയും ഹജ്ജ് മാസങ്ങളാണല്ലോ. ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാർക്ക് സമാധാനപരമായി നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള വലിയൊരു അവസരം കൂടിയാണ് മുഹറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മദീനയിലെ യഹൂദർ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണം അന്വേഷിച്ചപ്പോൾ സ്വഹാബത്തുൽ കിറാം കാരണം കണ്ടെത്തി പറയുകയുണ്ടായി, മൂസാ നബിയെയും ഇസ്രാഈലരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. അതിന്റെ ഭാഗമായാണ് അവർ നോമ്പ് നിൽക്കുന്നത് എന്ന് സ്വഹാബത്തുൽ കിറാം മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജൂതന്മാരെക്കാൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് കൂടുതൽ അടുത്തത് നാമാണ്. ലഇൻ ബഖീതു ഇലൽ ആമിൽ ഖാദിമി ലഅസൂമന്ന താസിഅ. ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9-നും 10-നും നോമ്പ് നിൽക്കുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. ആദം നബി അലൈഹിസ്സലാമിനും ശേഷം വന്ന നബിമാർക്കും അല്ലാഹു തആല മുഹറം മാസത്തിൽ റഹ്മത്തുകൾ നൽകിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ സ്വീകരിച്ചതും ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയതും ഈ മാസത്തിലായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടതും യഅഖൂബ് നബി അലൈഹിസ്സലാമിന് കാഴ്ച തിരിച്ചു കിട്ടിയതും യൂസുഫ് നബി അലൈഹിസ്സലാം ജയിൽ മോചിതനായതും ഇതേ മാസത്തിലായിരുന്നു. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ധാരാളം തവണ ചൊല്ലുകയും അല്ലാഹു തആല മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഈ മാസത്തിലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും യാ നാറു കൂനി ബർദം വസലാമ, തീയോട് രക്ഷയാവാനും തണുപ്പാവാനും അള്ളാഹു ആഹ്വാനം ചെയ്തതും ഈ മാസത്തിൽ തന്നെയായിരുന്നു. ഈ രീതിയിൽ അള്ളാഹു തആല നബിമാർക്കും മറ്റും മഹത്വങ്ങളും അനുഗ്രഹങ്ങളും നൽകിയ മാസമായതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലെ ഈ മാസങ്ങളിലെ ആരാധനകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഈ മാസത്തിലെ താസുആ, ആശുറ, മുഹറം 9, 10 നോമ്പുകൾക്ക് വലിയ പ്രാധാന്യവും വലിയ മഹത്വവുമാണ്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് ആരും ഒഴിവാക്കരുത്. 60 ഹജ്ജ് ചെയ്ത പ്രതിഫലവും 70 വർഷക്കാലം നോമ്പും നിസ്കാരവുമായി കഴിഞ്ഞുകൂടിയ പ്രതിഫലവും 1 വർഷക്കാലത്തെ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അവസരവും ഈ നോമ്പിനുണ്ട് എന്ന് കിതാബുകളിൽ കാണാം. ഈ ദിവസങ്ങളിലെ ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ വീടുകളിൽ ഭക്ഷണങ്ങൾക്ക് വിശാലതയുണ്ടാവാനും ഈ നോമ്പ് വലിയ കാരണമാണ്, ഈ ദിവസം കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നല്ല ഭക്ഷണങ്ങളും നല്ല സുഭിക്ഷമായ കാര്യങ്ങളും ചെയ്ത് ഈ ദിവസത്തെ അലങ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇതൊരു പുതിയ വർഷമാണ്. ഹിജറയാണ് പുതുവർഷത്തിന്റെ കാരണം. പണ്ട് കാലങ്ങളിൽ ജനങ്ങളെല്ലാം നന്നാവാൻ വേണ്ടി, മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഹിജറ പോകലായിരുന്നു ഉണ്ടായിരുന്നത്. ഹിജറ എന്നാൽ പലായനം ചെയ്യലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അതിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. നമ്മൾ ഈ ഒരു മാസത്തെ മുൻനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ജീവിതം ക്രമീകരിച്ച് നന്നായി നല്ല മനുഷ്യനായി ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുക. നാഥൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞ് ഈ മാസത്തെ നോമ്പും പറഞ്ഞ കാര്യങ്ങളും എല്ലാവരും ജീവിതത്തിൽ പകർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.